INTUC നേതാവായിരുന്ന അഞ്ചൽ രാമഭദ്രനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 14 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. CPM കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം ബാബു പണിക്കർ അടക്കമുള്ള പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തി. തിരുവനന്തപുരം പ്രത്യേക CBI കോടതിയുടേതാണ് വിധി. രാമഭദ്രനെ കൊലപ്പെടുത്തി 14 വർഷത്തിന് ശേഷമാണ് കേസിൽ വിധി വരുന്നത്. INTUC കൊല്ലം ഏരൂർ മണ്ഡലം വൈസ് പ്രസിഡന്റായിരുന്ന രാമഭദ്രനെ 2010 ഏപ്രിൽ 10-നാണ് വീട്ടിനുള്ളിൽ കയറി CPM പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത്. രാഷ്ട്രീയ വൈരാഗ്യമായിരുന്നു കൊലപാതകത്തിന് കാരണം. കേസിലെ ഒന്നാം പ്രതിയും CPM പ്രവർത്തകനായിരുന്ന ഗിരീഷ് കുമാറും പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുള്ള തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. ഗിരീഷിനെ ചിലർ മർദ്ദിച്ചതിന് പ്രതികാരമായി രാമഭദ്രനെ CPM പ്രവർത്തകർ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. CPM ജില്ലാ കമ്മിറ്റി അംഗം ബാബു പണിക്കരെ കൂടാതെ അഞ്ചൽ ഏരിയ സെക്രട്ടറിയായിരുന്ന PS സുമേഷ്, ഗിരീഷ് കുമാർ, അഫ്സൽ, നജുമൽ ഹസൻ, ഷിബു, വിമൽ, സുധീഷ്, ഷാൻ, രഞ്ജിത്ത് തുടങ്ങിയവരെയാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത്. ഇവർക്കുള്ള ശിക്ഷ ഈ മാസം 30-ന് വിധിക്കും. എന്നാൽ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ S ജയമോഹൻ അടക്കം 4 പ്രതികളെ കോടതി വെറുതെ വിട്ടു. ജയമോഹൻ, റിയാസ്, മുൻമന്ത്രി J മേഴ്സിക്കുട്ടിയമ്മയുടെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം മാക്സൺ യേശുദാസ്, റോയ്ക്കുട്ടി എന്നിവരെയാണ് വെറുതെ വിട്ടത്. 19 പേരായിരുന്നു കേസിലെ പ്രതികൾ. ഇതിൽ 2 പേർ മാപ്പുസാക്ഷികളായപ്പോൾ ഒരാൾ മരിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.